രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രിയങ്ക ഗാന്ധി. മോദി സർക്കാർ എന്തുകൊണ്ടാണ് പിണറായിയെ ഉപദ്രവിക്കാത്തത്? ലൈഫ് മിഷൻ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയെ ചോദ്യം പോലും ചെയ്തില്ല, ഒരു കേസ് പോലും എടുത്തില്ല. തന്റെ സഹോദരനെ മാത്രം പിണറായി ആക്രമിക്കുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. Your CM is compromised. He only attacks my brother and the Congress party. He never attacks the BJP. His name came up in so many scams, Life Mission and Gold Scam and so many scams. But how come Mr. Narendra Modi's government, the BJP government, never put cases on him, never did any raids on him, no action has been taken on him? പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ ചേരുന്നത്. പത്തനംതിട്ടയിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയാണ് പ്രിയങ്ക ഗാന്ധി ഈ ആരോപണം ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. പ്രവീൺ, രാഹുലിന് പിന്നാലെ പ്രിയങ്ക കൂടി മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ CPM-ന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുലുമായി വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കുന്ന സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ഉന്നത നേതാക്കൾ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ രാഹുലിന് പ്രതിരോധം തീർക്കുന്ന പ്രിയങ്ക എന്തെല്ലാം കാര്യങ്ങളാണ് പിണറായി വിജയനെതിരെ പറഞ്ഞിട്ടുള്ളത് പത്തനംതിട്ടയിൽ? പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പ്രിയങ്ക ഗാന്ധി പത്തനംതിട്ടയിലേക്ക് എത്തിയത്. പ്രസംഗത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പൂർണ്ണമായും BJPക്ക് എതിരായിട്ടുള്ള പ്രസ്താവനകളായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വന്നത്. പ്രത്യേകിച്ച് രാജ്യത്ത് തൊഴിലില്ലായ്മ ആ സാഹചര്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം NDA സർക്കാരിനാണ്. പിന്നീട് പ്രസംഗത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ ഭാഷയിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം വന്നത്. പ്രധാനമായും പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്നു. ലൈഫ് മിഷൻ അഴിമതി കേസ്, ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസ്, അങ്ങനെ നിരവധി ആരോപണങ്ങളെ നേരിട്ട ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ കേന്ദ്ര ഏജൻസികളൊന്നും തന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെടുത്താനോ അതിന് തയ്യാറായില്ല. റെയ്ഡ് പോലും ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. മോദി സർക്കാർ എന്ത് കാരണത്താലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉപദ്രവിക്കാത്തത് എന്ന ഒരു വാക്ക് പ്രിയങ്ക ഗാന്ധി ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് പ്രതിരോധമൊരുക്കി പ്രിയങ്ക ഗാന്ധി കൂടി AICC ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുകയാണ് പത്തനംതിട്ടയിൽ.